ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ചായ കുടിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പം ഞാനും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. സമയം ഞാൻ ലേറ്റായി എണീറ്റ്. ഇപ്പോൾ സമയം 8:30 8:30 ഒരു 5 മിനിറ്റ് ഓട്സ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ അധികം സമയമൊന്നും മെനക്കെടുണ്ടല്ലോ. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു നല്ലൊരു ഫേസ് പാക്ക് കാണിച്ചു തരാം. എല്ലാവരും കണ്ട് പഴകിയ ഫേസ് പാക്കാണ്. ഒത്തിരി പേര് വീഡിയോ ചെയ്തിട്ടുള്ള ഫേസ് പാക്കാണ് ഇതൊക്കെ. എന്നാലും എന്താണെന്നറിയോ, നല്ല എനിക്ക് റിസൾട്ട് വന്ന ഇതുണ്ടോ. എൻ്റെ ഫേസൊക്കെ നിങ്ങൾ കണ്ടോ? ഞാൻ റൂട്ടിൽ ചെന്നപ്പോൾ എന്നോട് അവിടെയുള്ളവരെല്ലാം ചോദിച്ചു, എൻ്റെ മുഖമൊക്കെ നല്ലപോലെ ചേഞ്ച് നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം റെമഡിയൊക്കെ നിങ്ങളോട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അത് നിങ്ങൾ യൂസ് ചെയ്യണം. അത് കണ്ടിന്യൂ വീക്കിലി വൺസോ വീക്കിലി ട്വൈസോ ചെയ്തതിന് ഒരു കുഴപ്പമില്ല. അപ്പം അതെന്താ റെമഡി എന്നല്ലേ? അപ്പോൾ റെമഡി ഉപയോഗിക്കുമ്പോഴുള്ള ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് മുൾട്ടാനി മിൽട്ടിയാണ് കേട്ടോ. അത് ഒത്തിരി വർഷമായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ അത് നല്ല യൂസ്ഫുള്ളാണ്. നമ്മൾ പകുതി പേരൊന്നും അത് അധികം യൂസ് ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നു ഫേസിനൊക്കെ. ബട്ട് എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേസിലെ മാർക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബ്ലാക്കിഷ് കളറായിരുന്നു എനിക്ക്. ഇവിടെയൊക്കെ നൈറ്റൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം മാറിയിട്ടുണ്ടാവും. നല്ല സ്മൂത്തായിട്ട് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് എൻ്റെ ഫേസിന്. അപ്പം മുൾട്ടാനി മിൽട്ടിയുടെ ബെനിഫിറ്റ് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ്ഫുള്ളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഡ്രൈ സ്കിന്നൊക്കെ പോയിട്ട് നല്ലൊരു ആക്ച്വലി ഒരു മെഡിസിനാണ്. നമ്മുടെ മുഖത്തെ ഈ പാടൊക്കെ പോയി ഡ്രൈനെസ് ഒക്കെ പോയിട്ട് നല്ലൊരു നാച്ചുറൽ ഫീലിങ്സ് നമുക്ക് നമ്മുടെ ഫേസിന് തരും. പിന്നെ എന്തെങ്കിലും നമുക്ക് മീൻസ് എന്തെങ്കിലും ഒരു കരുവാളിച്ച് പാടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു മരുന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ പോകാനായിട്ട് ഏറ്റവും നല്ലതാണ് നമ്മുടെ മുൾട്ടാനി മിൽട്ടി. അപ്പം മുൾട്ടാനി മിൽട്ടിയുടെ കൂടെ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ കട്ടി മോരും പിന്നെ ഹണിയാണ് കേട്ടോ. അപ്പം ഹണീനെ അറിയാൻ നല്ലൊരു സോഫ്റ്റ്നെസ് തരാനും നല്ലൊരു സ്മൂത്ത് ആകാനും നമ്മുടെ നല്ലൊരു മീൻസ് മോയ്സ്ചറൈസാണ് ഹണി. അപ്പം യോഗട്ടിൻ്റെ യോഗട്ട് എന്ന് പറഞ്ഞാൽ ഹണി നമ്മുടെ മോരിൻ്റെ കാര്യം പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ആ 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് ഇന്ന് ഞാൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്യണം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എല്ലാവരോടും കമൻറ്റ് ഇടാൻ. ആരും കമൻറ്റ് ഇടുന്നില്ല. അതെന്ത് വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകാത്തതുകൊണ്ടാണോ എന്താണോ? അപ്പം നിങ്ങൾ എന്ത് കമൻറ്റ് ഇട്ടാലും എനിക്ക് കുഴപ്പമില്ല. ബാഡ് കമൻ്റ് ആണെങ്കിലും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയത്തുള്ളൂ നിങ്ങളെൻ്റെ വീഡിയോ മീൻസ് അത് കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്ലീസ് കമൻറ്റ് ഓക്കെ സബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കേട്ടോ. അപ്പം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് നമുക്ക് മുൾട്ടാനി മിൽട്ടി പൗഡർ ഇടാം കേട്ടോ. ഞാനത് പഞ്ചറൈസ എന്തോ ബ്രാൻഡിൻ്റെയാണ് വാങ്ങിച്ചിരുന്നത് കേട്ടോ. അത് നല്ല യൂസ്ഫുള്ളാണ്. അതിൻ്റെ കുറേ ബ്രാൻഡുണ്ട്. അപ്പം നമുക്കത് ഞാനൊരു കുറച്ച് മിനിഞ്ഞാന്ന് ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് വെച്ചാൽ ബാക്കി ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, ഇത്രേ ഉള്ളൂ ഇതിനകത്ത്. ഇത് കണ്ടോ, ഇത്ര ഞാൻ എടുക്കുന്നുള്ളൂ. എൻ്റെ ഫേസിന് മാത്രം മതി കേട്ടോ. ഇത്ര മതി. ഇത്ര നമുക്കൊരു ബൗളിലേക്ക് ആക്കാം കേട്ടോ. ഇത് കണ്ടോ. ഇനി വേണ്ടത് നമ്മുടെ കേടാണ്. അത് കുറച്ച് മതി. ഇതുണ്ടോ, ഞാൻ അളവൊന്നും കാണിക്കുന്നില്ല. നമുക്ക് ഒരു മിക്സ് ആകാനായിട്ട് മാത്രം. ഇതുണ്ടോ. ഇനി വേണ്ടതാണ് ഹണി. അപ്പോൾ ഹണി നോക്ക്, ഇതുണ്ടോ തീർന്നു. ഇതും കുറച്ച് മതി കേട്ടോ. ഒരു 4 ഡ്രോപ്സ് ഉണ്ടാവും. നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം. ഇതുണ്ടോ, മിക്സ് ചെയ്യാൻ പാകത്തിനില്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ മോരൊഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഇതുണ്ട്, കാണുന്നുണ്ടോ? നല്ല സ്മെല്ല്. ഇതുണ്ടോ, കുറച്ചുകൂടെ നമുക്ക് മോരൊഴിക്കാം കേട്ടോ. കുറച്ച് തിക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേസ്റ്റ് വേണോ നമ്മുടെ ഫേസിന് അപ്ലൈ ചെയ്യാനായിട്ട് അതനുസരിച്ച് നിങ്ങൾ ക്വാണ്ടിറ്റി എടുത്താൽ മതി കേട്ടോ. എനിക്കിത് കണ്ടോ, ഇത്ര മതി. അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ കഴുത്തിനൊന്നും ഇടുന്നില്ല. കാരണം ആക്ച്വലി ഞാൻ കുളിച്ചു വന്നപ്പോഴാണ് വിചാരിച്ചൊരു വീഡിയോ എടുക്കാമെന്ന്. കാരണം അതുകൊണ്ട് പെട്ടെന്ന് എടുത്താണ് കേട്ടോ. അപ്പം നമുക്ക് പയ്യെ അപ്ലൈ ചെയ്യാം. പുറത്ത് പോകാനായിട്ട് ഇങ്ങനെ മുടി ഇങ്ങനെ കെട്ടിയത്. ആക്ച്വലി കടലൊന്ന് പോകണമായിരുന്നു. പക്ഷെ വീടൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ.
ഉണ്ട്. ഈ സൈഡ് മാത്രം ഇങ്ങനെ വിടണം കേട്ടോ, നല്ല ഷേപ്പിൽ അങ്ങ് ചെയ്താൽ മതി. കാരണം മുൾട്ടാണി മിട്ടി ഉണ്ടല്ലോ നല്ല കൂളിംഗ് തരും നമ്മുടെ ഫേസിന്, നല്ലൊരു തണുപ്പ്. നല്ല കൂളാണ് നമ്മുടെ മുൾട്ടാണി മിട്ടി. ഇതെല്ലാം സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം, നോ സൈഡ് എഫക്റ്റ്. എല്ലാവരും ഇന്ന് മുതൽ ഇത് അപ്ലൈ ചെയ്യാൻ തുടങ്ങിക്കോളൂ. ഓക്കെ, എല്ലായിടും നല്ലപോലെ നല്ല കട്ടിയായിട്ട് തേച്ചോളൂ. ഇതുണ്ടല്ലോ, ഇത് കട്ടി മീൻസ് ഡ്രൈ ആകാൻ ഒരു 1/2 hour എങ്കിലും വേണം കേട്ടോ. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇത് കണ്ടോ, എല്ലായിടത്തും നല്ലപോലെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കട്ടിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇവിടം വരെ ചെയ്തുള്ളൂ, ഇങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല, നല്ല ഡ്രസ്സിലൊക്കെ ആകും, കാരണം എനിക്ക് പുറത്ത് പോകേണ്ടതല്ലേ, അതുകൊണ്ട്. ഇത് കണ്ടോ, നല്ല തണുപ്പാട്ടോ. അപ്പോൾ ഉണ്ടല്ലോ, ഇതിൽ 1/2 hour ഇരിക്കട്ടെ കേട്ടോ. ഡ്രൈ ആവുന്നോടം വരെ ഞാൻ ഫാനൊക്കെ ഓൺ ചെയ്യും. അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ. അപ്പം അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഇത് നല്ലപോലെ ഡ്രൈ ആകും. അപ്പോൾ ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഡ്രൈ ആകുന്ന സമയത്തുണ്ടല്ലോ നല്ലപോലെ ഇത് വലിയും കേട്ടോ. ആദ്യം സംസാരിക്കാൻ പാടില്ല ഡ്രൈ ആകുമ്പോൾ. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ചുളിയൂലേ. അപ്പോൾ നമ്മൾ 1/2 hour കഴിഞ്ഞ് നല്ലപോലെ റണ്ണിങ് വാട്ടറിൽ നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ ഇൻട്രവൽ ഇത് കണ്ട നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. കണ്ട ഇവിടെ കാണാം നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. എന്തെന്നറിയാം, ഞാൻ തിക്കായിട്ടാണ് ഇട്ടത്, ഒരു 3-4 ലെയർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഡ്രൈ ആവാൻ ഭയങ്കര പാടായിരുന്നു. ഇപ്പം ഞാൻ വെള്ളം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, വാഷ് ബേസിൽ പോയി കഴിയണ്ടല്ലോ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടതെന്നും പിന്നെ അതിൻ്റെ മീൻസ് ബ്രൈറ്റ്നെസ് ഒക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പം നമുക്ക് ഉണ്ടല്ലോ പയ്യെ ആദ്യം നമുക്ക് നല്ലപോലെ വെറ്റ് ചെയ്യണം കേട്ടോ. വെറ്റ് ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും വെറ്റ് ചെയ്തിട്ട് പയ്യെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് സ്ലോലി ഇങ്ങനെ സ്ക്രബ് ചെയ്ത് റിമൂവ് ചെയ്താൽ മതി കേട്ടോ, 2 സൈഡും. കാരണം ഞാൻ കുറച്ച് സമയം ഉണ്ടല്ലോ വെയിലും കൂടെ പോയി നിന്ന് ഉണങ്ങാനായിട്ട്. ഫാനിൻ്റെ സൗണ്ട് ഉള്ളതാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇപ്പം നല്ലപോലെ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. കണ്ടോ, ഈ കവിള സൈഡിലും മൂക്കിൻ്റെ അവിടെയൊക്കെ എല്ലാം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ. കണ്ടോ, ഇവിടെ എല്ലാം അങ്ങനെ വാഷ് ചെയ്തെടുക്കുക. കാരണം താഴെ വെള്ളം വീഴുന്നത് ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ലപോലെ വാഷ് ചെയ്തെടുക്കണേ. കണ്ടോ ഇങ്ങനെ കണ്ടോ, ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പാടില്ല. കണ്ടോ, ഇവിടെ നമ്മുടെ പാക്ക് പോകുന്ന അവിടെ തന്നെ കണ്ടോ നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നു, കാണാമല്ലോ. ഇത് കണ്ടോ, നമ്മുടെ മുഖത്തെ ഡേർട്ടും നമ്മുടെ മുഖത്തെ പാടും എല്ലാം പോകാനുള്ള നല്ല സൂപ്പർ റെമഡിയാണ് മുൾട്ടാണി മിട്ടി. ഇത് കണ്ടോ, നല്ലപോലെ വൈപ്പ് ചെയ്യുക. ഇതുകൊണ്ട് മൂക്കിന് ഇവിടെ നല്ല കട്ട പിടിച്ചിരിപ്പുണ്ട് കേട്ടോ. നിങ്ങൾ ഇടുമ്പോൾ ഉണ്ടല്ലോ തിക്കായിട്ടിടണ്ട, ഒരു 2 ലെയർ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഫേസൊക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. 2 വെസലാണ് മാറ്റാം. അപ്പോൾ നോക്കി വാഷ് ബേസിൽ പോകാനുള്ള പണി ഒപ്പിച്ചല്ലേ. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, നാച്ചുറലായിട്ട് കാണാമല്ലോ. അപ്പോൾ 2-ാമത്തെ പാത്രത്തിലെ വെള്ളമാണ് കേട്ടോ. കണ്ടില്ലേ. അപ്പം നോക്കാം, എൻ്റെ ഫേസൊക്കെ നിങ്ങൾ കണ്ടില്ലല്ലോ, സൂപ്പറായിട്ടില്ലേ. ഇത് കണ്ടോ നല്ലപോലെ. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ പോയി കഴുകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാനും പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് കഴിയുന്നത് കേട്ടോ. വേണ്ട, നമുക്കൊരു ചെറിയൊരു ടവൽ എടുത്തിട്ട് നല്ലൊരു ടവൽ എടുത്തിട്ട് നല്ലപോലെ സ്മൂത്തായി ടവൽ എടുക്കണം കേട്ടോ. നമ്മൾ പയ്യെ നമ്മുടെ ഫേസ് നമ്മൾ അപ്ലൈ മീൻസ് വൈപ്പ് ചെയ്തെടുക്കണം. നല്ലപോലെ ഇങ്ങനെ നമ്മൾ സ്മൂത്തായിട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. എക്സ്പെഷ്യൽ നമ്മുടെ ഫേസ് എപ്പോഴും നമ്മൾ റബ്ബ് ചെയ്ത് നമ്മൾ കുളിക്കുമ്പോൾ ചിലർ കാണാൻ പാടില്ല, മുഖമൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉരച്ച് മീൻസ് ടവൽ കൊണ്ട് ഉരയ്ക്കുന്നത് കാണാം. അങ്ങനെയൊക്കെ ചെയ്യരുത് കേട്ടോ. അപ്പം നമ്മുടെ ഫേസിൻ്റെ സ്മൂത്ത്നെസ്സും ഒക്കെ പോയിട്ട് ചിടയ്ക്ക് ഈ ടവലിൻ്റെ ഇടയ്ക്കുള്ള ഈ ത്രെഡൊക്കെ വീണിട്ട് നമ്മുടെ മുഖത്ത് ഇങ്ങനെ സ്കാറൊക്കെ വീഴും, ഇങ്ങനെ സ്ക്രാച്ച് മാർക്കൊക്കെ വീഴും. അപ്പോൾ നമ്മൾ സ്മൂത്തായിട്ട് പയ്യെ നമ്മൾ വൈപ്പ് എടുക്കാവുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ എനിക്ക് സമാധാനം. കണ്ടോ, നല്ലൊരു കുളിച്ചിറങ്ങിയ പോലെ ഉണ്ട്. കണ്ടോ എൻ്റെ ഫേസ് കണ്ടോ, നല്ല ബ്രൈറ്റായിട്ട് ഈ സൈഡൊക്കെ കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് നല്ല കാണാൻ. എൻ്റെ മുഖത്തും പറഞ്ഞില്ലേ കുറേ ദിവസമായിട്ട് നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. മാർക്കല്ല, എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചിങ്ങനെ ഭയങ്കരമായിട്ട് ബ്ലാക്ക് ആകുമായിരുന്നു. ഇതാണ്, അതൊക്കെ മാറി ഈ മുൾട്ടാണി മിട്ടിയിൽ നിന്നാണ് ഇതൊക്കെ മിക്സ് ചെയ്തപ്പോഴാണ് കേട്ടോ എല്ലാം പോയത്. കണ്ടോ എൻ്റെ ഫേസ് കണ്ടോ, നല്ല സൂപ്പറായിട്ടില്ലേ. ഇത് കണ്ടോ, നല്ലൊരു സ്മൂത്തായത് കണ്ടോ, നല്ല സ്മൂത്തായി നല്ല ഗ്ലോ വന്നിട്ടുണ്ട്. നല്ല കാരണം നല്ലൊരു ബ്രൈറ്റ് വേണം. എൻ്റെ ഇവിടെ കുറച്ച് പാടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി എൻ്റെ കണ്ണിൻ്റെ അടിയിലൊക്കെ നല്ല പാടുണ്ട്. ഇത് തേച്ചപ്പിന് ഒത്തിരി മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഡ്യൂട്ടി ചെല്ലുവാണ് എല്ലാവരും ചോദിക്കും, അത് കണ്ടോ എല്ലാവരും സൂപ്പറായിട്ടുണ്ടല്ലോ ഫേസ് എന്ന് എല്ലാവരും ചോദിക്കും. അപ്പം ഞാൻ അവർക്ക് ഈ റെമഡിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഉണ്ടല്ലോ എനിക്കൊരു മീൻസ് ഒരു കുട്ടിയുണ്ട്, അറിയുന്ന കുട്ടിയാണ് കേട്ടോ. അറിയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കമൻ്റൊക്കെ ഇടുന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി എൻ്റെ നാട്ടുകാരിയാണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ എന്നെ അറിയും. അപ്പോൾ ആ ടീച്ചറാണ് കേട്ടോ. അപ്പം അവരിങ്ങനെ അവലിൻ്റെ ഒരു ഫേസ് പാക്ക് ഞാൻ കാണിച്ചിട്ട് മീൻസ് ഇട്ടിരുന്നുണ്ടല്ലോ വീഡിയോ, അതവർ അപ്ലൈ ചെയ്തിട്ട് എല്ലാ കുട്ടികളോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന്, അവർക്ക് എല്ലാവർക്കും നല്ല യൂസ്ഫുള്ളായെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം അങ്ങനെയൊക്കെ കമൻ്റ് ഇടുമെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ഉണ്ടല്ലോ എൻകറേജ് വരും, ചെയ്യണം നമുക്ക് ഇനിയും വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസൊക്കെ നിങ്ങൾ കണ്ടതല്ല, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മറക്കാതെ എപ്പോഴും നിങ്ങൾ ഇങ്ങനത്തെ പോലെ റെമഡീസൊക്കെ അപ്ലൈ ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പം നമുക്കുണ്ടല്ലോ മുഖത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും, എനിക്ക് ഡ്രൈനസ് ഒന്നും തോന്നുന്നില്ല, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ വല്ല റോസ് വാട്ടറോ മാത്രം അപ്ലൈ ചെയ്യാവുള്ളൂ. വേറെ മോയ്സ്ചറൈസ് ഒന്നും ഇപ്പോൾ അപ്ലൈ ചെയ്യില്ല കേട്ടോ. കണ്ടോ, അടിപൊളി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവർക്കും കമൻ്റ് ഇടണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ സമയം 8 മണിയായി. അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, കടയിലൊന്നും പോകാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാലും എൻ്റെ വീഡിയോ ലൈക്ക്, ഷെയർ, സബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി ബൈ, ടേക്ക് കെയർ.